കോൺഗ്രസ് നേതാവ് പവൻ രേഖയെ ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് യാത്ര നിഷേധിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഗീസ് പീറ്റർ. ഗീസ്, ഇൻഡിഗോ എയർലൈൻസ് പവൻ രേഖയെ ഇറക്കി വിട്ടു. എന്ത് വിശദീകരണമാണ് ഇൻഡിഗോ എയർലൈൻസ് നൽകുന്നത്? ഫിറോസ്, കഴിഞ്ഞ ദിവസം ഈ അദാനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ കോൺഗ്രസ് നേതാക്കൾ കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭാഗമായി പവൻ ഖേര ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പിതാവിന്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ പിതാവിന്റെ പേര്, ഈ വാർത്താ സമ്മേളനത്തിൽ പിതാവിന്റെ പേര്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിതാവിന്റെ പേരിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു പരാമർശം ഉണ്ടായി. അപ്പോൾ ഈ പിതാവിന്റെ പേരെന്താണ് എന്നത് സമീപത്തിരുന്ന നേതാവിനോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ വലിയ രീതിയിലുള്ള BJP-യുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ സംഘർഷമുണ്ടായി. കാരണം പ്രധാനമന്ത്രിയെയും ഒപ്പം പ്രധാനമന്ത്രിയുടെ പിതാവിനെയും അപമാനിക്കുവാനാണ് കോൺഗ്രസ് നേതാവ് ശ്രമിച്ചതെന്നും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് UP-യിൽ പോലീസ് സ്റ്റേഷനിൽ UP പോലീസ് പവൻ ഖേരയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഇതാണ് കേസിന് ആധാരമായിട്ടുള്ളത്. ഇന്ന് നാളെ റായ്പൂരിൽ നടക്കുന്ന പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി ഡൽഹി വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനത്തിൽ പ്രവേശിച്ചപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് യാത്ര അനുമതി നിഷേധിക്കുകയാണ്. തങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കില്ല എന്ന് അറിയിച്ചത്. കാരണം ഈ കേസ് നിലനിൽക്കുന്നതിനാൽ യാത്ര ചെയ്യുവാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. തുടർന്ന് പവൻ ഖേരയുടെ ബാഗ് പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെയാണ് ഇൻഡിഗോ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കേസുള്ളതിനാൽ താങ്കൾക്ക് യാത്ര ചെയ്യാൻ അനുമതിയില്ല എന്നാണ് അറിയിച്ചത്. ഇതിൽ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് AICC ജനറൽ സെക്രട്ടറി, ദേശീയ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ പ്ലീനറി സമ്മേളനത്തിന് പോകുവാനായിട്ട് എയർപോർട്ടിൽ എത്തിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും ജയറാം രമേശ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ റൺവേയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസും ഈ വിമാനയാത്രയും തമ്മിൽ എന്താണ് ബന്ധം? കേസുള്ള ആർക്കും വിമാനയാത്ര നടത്തിക്കൂടാ എന്നാണ്. ആഭ്യന്തര വിമാന സർവീസ് ആണല്ലോ ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു സ്വകാര്യ വിമാന സർവീസുമാണ്. അപ്പോൾ അതുകൊണ്ട് കേസുള്ള ആൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ എയർലൈൻസ് വിശദീകരിക്കുന്നത്? ഫിറോസ്, തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കാരണം കോൺഗ്രസ് വക്താവും നേതാവുമായ സുപ്രിയ ശ്രീന്റെ അല്പസമയം മുന്നേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ട്വിറ്റർ കുറിച്ചിട്ടുണ്ട്. സുപ്രിയയും ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ്. ഭയക്കുകയാണോ സർക്കാർ? എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് ഈ കേസ് ഉണ്ട് എന്ന് പറഞ്ഞാണ് പവൻ ഖേരയുടെ യാത്രാനുമതി നിഷേധിക്കുന്നത്? പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി? ഇത് സ്വേച്ഛാധിപത്യമല്ലേ, ജനാധിപത്യമല്ലല്ലോ, സ്വേച്ഛാധിപത്യ നടപടിയാണ് സർക്കാർ കാണിക്കുന്നത്. നേരത്തെ ED-യെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള നയങ്ങൾ, അല്ലെങ്കിൽ ED-യെ മുൻനിർത്തിക്കൊണ്ട് വേട്ടയാടുന്നു. ഇപ്പോൾ ഇതാ യാത്രാ അനുമതി അല്ലെങ്കിൽ സഞ്ചാര അനുമതി പോലും നിഷേധിക്കുന്ന, അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ ഫിറോസ് ചോദിച്ചതുപോലെ തന്നെ ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഈ സ്വകാര്യ വിമാന കമ്പനിയും അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി അപമാനിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഈ യാത്രാ അനുമതി വിലക്കുന്നത്, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്ര വിലക്കുന്നത് എന്ന ചോദ്യമാണ്. ഇതിൽ വിശദീകരണം നൽകേണ്ടത് സർക്കാരും അതോടൊപ്പം തന്നെ കൃത്യമായി കമ്പനിയും തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആരോപണം സർക്കാർ ഭയക്കുകയാണ്. ഒപ്പം തന്നെ ഈ വളരെ വിചിത്രമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ അധികൃതർ നൽകുന്നു. കേസുള്ളത് കൊണ്ട് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് യാത്രാ അനുമതി നിഷേധിക്കുകയാണ് ഇൻഡിഗോ എയർലൈൻസ്. കേസുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് യാത്ര നിഷേധിക്കുന്നതെന്ന് ഇൻഡിഗോ എയർലൈൻസ് ഒരു വിചിത്രമായ ന്യായീകരണം നിരത്തുന്നു.